ഭാഗവതവംശം മുള്ളിയൂർ ശങ്കര നമ്പൂതിരിയുടെ ശ്രാദ്ധ ദിനത്തോട് അനുബന്ധിച്ച് നടക്കുന്നതായിട്ടുള്ള ഈ ഭാഗവത നവാഹയജ്ഞത്തിൻ്റെ 6-ാം ദിവസത്തെ 3-ാമത്തെ അധ്യായത്തിലുള്ള പ്രഭാഷണം നമുക്ക് പറഞ്ഞിരുന്നത് ബിന്ദു ശ്രീകുമാർ മുംബൈ വസായിയിലുള്ള ദശമസ്കന്ധത്തിൻ്റെ 19-ാമത്തെ അധ്യായം. ഈ ഭാഗവത കുടുംബത്തിൽ ഉപാസനയിലാണെങ്കിലും സൽക്കർമ്മങ്ങളിൽ സത്സംഗങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ബിന്ദു ശ്രീകുമാർ. അപ്പം ഭാഗവത കുടുംബം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ യഥാർത്ഥത്തിൽ ഇവിടെയുള്ളവരെല്ലാവർക്കും എല്ലാം നമുക്ക് പ്രഭാഷണം പറയാനും അതുപോലെ തന്നെ പാരായണം ചെയ്യാനും ഒക്കെ ഒരു മോഹം. അത് ഇത്തവണ ഗുരുവായൂരപ്പൻ അത് നിശ്ചയിച്ച് എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് അത് നിശ്ചയിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു സന്തോഷത്തോടു കൂടി നമുക്ക് നമ്മളുടെ തന്നെ ആ സതീർത്ഥിയായിട്ടുള്ള ബിന്ദു ശ്രീകുമാറിനെ നമുക്ക് ഇങ്ങോട്ട് ആദരിക്കാം. എല്ലാവിധ ആചാര്യ ബഹുമാനത്തോടുകൂടി പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് 19-ാമത്തെ അധ്യായം പ്രഭാഷണം ചെയ്യുവാൻ വേണ്ടിയിട്ട് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഓം പിതൃഭ്യോ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗണപതേ നമഃ. ഓം സരസ്വതീ നമഃ. ഓം നമഃ ശിവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എൻ്റെ ഗുരുവായ നന്ദിനി ടീച്ചർക്കും നമ്മുടെ മനുതിരുമേനിക്കും എൻ്റെ പാദ നമസ്കാരങ്ങൾ. എനിക്ക് പ്രഭാഷണമൊന്നും പറയാൻ അറിയില്ല. നമ്മളൊരു ടേബിളിന്റെ ചുറ്റും ഇരുന്നിട്ട് ഒരു സംസാരിക്കുന്ന ഒരു രീതിയായിട്ട് കണ്ടാൽ മതി ഇത്. എനിക്ക് ഭഗവാൻ തന്ന വിഷയം സ്കന്ധത്തിലെ 19-ാം അധ്യായം ഭഗവാൻ കാട്ടുതീ വിഴുങ്ങുന്നു എന്നുള്ള അധ്യായമാണ്. സത്യം പറഞ്ഞാല് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ടെൻഷൻ കൊണ്ടേ പേടിച്ചിട്ട് ആകെ എന്താ പറയാ, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ. ആകെ ഒരു ശ്വാസം മുട്ടലോ എന്തൊക്കെയാണ്. എല്ലാവരുടെയും മുമ്പിൽ ഇതൊക്കെ പറയാൻ പറ്റുമോ ഇല്ലയോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും എന്നെ കൊണ്ട് ഭഗവാൻ എന്ത് തോന്നിപ്പിക്കുന്നു അത് ഞാൻ പറയണമെന്ന് മാത്രം. ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെയാണത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ എന്തായാലും നമ്മുടെ കുടുംബത്തിന്റെ മുമ്പിലാണ് ഇത് പറയുന്നത് എന്നുള്ള ആ ഒരു ധൈര്യത്തില് എൻ്റെ എല്ലാ ചേച്ചിമാരും അമ്മമാരും തിരുമേനിയും ഒക്കെ എന്തെങ്കിലും ഇതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പുറത്ത് അതെല്ലാം തിരുത്തി തരുമെന്നുള്ള വിശ്വാസത്തില് ഈ അധ്യായം പറയാൻ പോകുന്നു. ഇത് കഴിഞ്ഞ അധ്യായത്തില് പ്രലംബവധുവാണ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഇതായിട്ട് ഞാനിങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നു. അപ്പോ ദുഷ്ടനിഗ്രഹത്തിനാണല്ലോ ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. പശുക്കളെ മേയ്ക്കുക എന്നുള്ളത് ഒരു ഉപായം മാത്രമാണ്. സുഖം സുഖം എന്ന് വിചാരിച്ച് സംസാരത്തിൽ സംഭ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ പ്രതീകങ്ങളാണ് പശുക്കൾ. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. നമ്മള് സുഖം സുഖം തേടിയിട്ട് നമ്മള് പല ഇന്നത്തെ ഉള്ള ആകർഷണത്തിലെല്ലാം പെട്ടുപോയി നമ്മള് വഴിതെറ്റി പോകും. വഴിതെറ്റി പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ അയ്യോ ഇത് നമുക്ക് വേണ്ടാത്തതായിരുന്നു എന്നാണ് നമുക്ക് ആ തെറ്റ് മനസ്സിലാവുന്നത്. പക്ഷെ നമ്മള് ഈ സുഖം തേടി പോകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് അതെല്ലാം. അതുപോലെയാണ് ഇപ്പൊ ഇവിടെയും സംഭവിച്ചത്. ഇവിടെ ഭഗവാൻ എന്നത്തെയും പോലെ ഗോക്കളുമായിട്ട് രാമകൃഷ്ണന്മാരും ഗോപന്മാരും എല്ലാവരും കൂടിയിട്ട് പശുക്കളെ മേയ്ക്കാൻ ഇറങ്ങിയിട്ട് കുട്ടികളോട് പറഞ്ഞു, ഞങ്ങള് കുറച്ച് ഒരു സ്ഥലം വരെ പോയിട്ട് വരാം, അതുവരെ നിങ്ങള് പശുക്കളെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികൾക്കാകെ ഒരു വിഷമായി. കാരണം എന്താന്ന് വെച്ചാ കണ്ണനുണ്ടെന്ന് ചോദിച്ചാല് നമുക്ക് പശുക്കളെ എങ്ങനെ നോക്കിയിരിക്കണ്ട.
അപ്പൊ നമുക്ക് കളിക്കണേൽ നല്ല ശ്രദ്ധയും ഒരു ശ്രദ്ധയൊന്നും കൊടുക്കണ്ടല്ലോ, കളിയിലെ തിമിർക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ്. അപ്പൊ കണ്ണൻ എന്താ വെച്ചാ പ്രലംബവധത്തിന് പൂവും വേണം. അപ്പൊ രാമകൃഷ്ണൻ അവര് കുറച്ചു പേരുമായിട്ട് അങ്ങോട്ട് പോയി കുട്ടികളോട് പറഞ്ഞു നിങ്ങള് പശുക്കളെ നോക്കിക്കോളൂന്ന്. അപ്പൊ ഈ കണ്ണൻ ഉണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് എന്താന്ന് വെച്ചാൽ പശുക്കള് വഴിതെറ്റി പോണൂന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ണൻ ഓടക്കുഴല് വിളിച്ചിട്ടോ എങ്ങനെയെങ്കിലും പശുക്കളുടെ ശ്രദ്ധ മാറ്റി അവരെ തങ്ങളുടെ വലയത്തിൽ തന്നെ നിർത്തും. അപകടത്തിലേക്ക് ചെല്ലാൻ വിടില്ല അവര്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഇവര് രാമകൃഷ്ണന്മാര് പോവുകയും ചെയ്തു. ഇവര് പശുക്കളെ നോക്കി കുറച്ചു നേരമൊക്കെ അവിടെ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന ഇവർ കളിയിൽ ശ്രദ്ധ കൂടി. ഓരോരുത്തർ കുറച്ച് പേര് ഓരോ ഗ്രൂപ്പായിട്ട് കളികളെല്ലാം തുടങ്ങി. ഇടയ്ക്ക് പശുക്കളെ നോക്കുമ്പോ അവര് കുറച്ചു പേരൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പൊ ആ അടുത്തൊക്കെ ഉണ്ടാവും എന്നുള്ള ധാരണയിൽ ഇരിക്കുകയും ചെയ്തു. ഇവര് യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരാനായിട്ട് കുറച്ച് വൈകി. അപ്പോഴേക്കും എന്താന്ന് ചോദിച്ചാൽ തിരിച്ച് രാമകൃഷ്ണനും കൂട്ടരും വന്നു കഴിഞ്ഞപ്പോ കണ്ണന് മനസ്സിലായി കുറച്ച് കോക്കൾ ഇവിടുന്ന് കാണാനില്ല എന്നുള്ളത്. എങ്കിലും കുട്ടികൾക്ക് ഇത് ഒരു ശീലമാവാൻ പാടില്ലല്ലോ. അവർക്ക് കൊടുത്ത കാര്യങ്ങൾ അവര് ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് ചെയ്യണമല്ലോ എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു. അപ്പോ രാമകൃഷ്ണന്മാര് കുറച്ച് ക്ഷീണവും ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാവരും കണ്ണനെ കണ്ടതോട് കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് മരത്തിന്റെ അടുത്ത് വന്നിട്ട് ഒരു തണൽ തേടിയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്തു. ആ സ്ഥലം ഇവര് പാണ്ഡീര വനത്തിന് അടുത്തായിട്ടാണ് ഇവര് പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുവന്നത്. അപ്പൊ ഇവരെല്ലാവരും കൂടിയിട്ട് അവിടെ എല്ലാവരും ഒത്തുകൂടി. പിന്നെ ഭക്ഷണങ്ങൾ കഴിച്ചു. കുട്ടികള് കോപന്മാരും എല്ലാവരും തമാശകൾ പറഞ്ഞു. പിന്നെ ഗോപികളുമായിട്ടുള്ള സ്നേഹവും അവര് പാല് കൊടുക്കണത്, വെണ്ണ കൊടുക്കണത്, കട്ട് കഴിക്കണത്, ഇങ്ങനെയുള്ള പല കഥകളും പറഞ്ഞു. അവന്മാര് ഗോപികമാരെ കുറെ പേര് അഭിനയിച്ച് കാണിച്ചു. അങ്ങനെ ഓരോതിലും അവര് വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ കുറച്ച് പശുക്കളെല്ലാം അവിടെ മേയുന്നുണ്ട്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ള ആ ഒരു ധാരണയിൽ അവര് ഇരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ആഗ്രഹം കണ്ണന്റെ വേണുഗാനം കേൾക്കണം എന്നുള്ളതില്. അപ്പൊ കണ്ണനോട് പറഞ്ഞു, കണ്ണാ നമ്മള് ഭക്ഷണം എല്ലാം കഴിച്ചില്ലേ, വയറ് നിറഞ്ഞില്ലേ, ഇനി നമുക്ക് കുറച്ചു നേരം കണ്ണന്റെ വേണുഗാനം ഒന്ന് കേട്ടാലോ എന്ന് പറഞ്ഞു. അപ്പൊ കണ്ണൻ ഓടക്കുഴൽ ഊതിക്കൊണ്ടിരിക്കുമ്പോ ഇവരെല്ലാം ഗോപന്മാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി ഇങ്ങനെ ഇരുന്ന സമയത്ത് കണ്ണൻ എന്തോ ഒരു ഭംഗിയാണ് കാണാന്. കണ്ണന്റെ കണ്ണും ചുണ്ടും പീലിയും ഒരുക്കിയിരിക്കുന്നതും എല്ലാം യശോദാമ്മ എന്തുമാത്രം ഭംഗിയായിട്ടാണ് കണ്ണനെ ഒരുക്കിയിരിക്കുന്നത്. ആ സൗന്ദര്യത്തിൽ ലയിച്ചിട്ട് അവർക്ക് എൻ്റെ മനസ്സിലൊരു പാട്ട് വന്നു. ഇങ്ങനെ ആയിരിക്കും അവരവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ആ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എല്ലാവരും ഒന്ന് വേണമെങ്കിൽ കൂടെ പാടിക്കോളൂ. ഈ പാട്ട് ഇവിടെ ഉചിതമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി. അതുമായിട്ട് കുറച്ച് വാക്കുകൾ കണക്ട് ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതിവിടെ പാടുന്നത്. ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക്, പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക്, നറുപുഞ്ചിരിയോ നൂറഴക്, നറുപുഞ്ചിരിയോ നൂറഴക്, നന്ദ നന്ദന ഗോവിന്ദ നന്ദജപാല, നാരായണ ഗോവിന്ദ നന്ദകിശോര, മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞുടുത്ത് കാട്ടിലഞ്ഞി മാലയിട്ട് നല്ല മൂളം തണ്ടുമൂളും ഗാനമോടെ ഓടിവായോ വേണുഗാനമോടെ ഓടിവായോ, വേണുഗാനമോടെ ഓടിവായോ, നീലാഞ്ജന സുന്ദര നീലശ്യാമ മോഹന മായാ മുരളീധര മാധവ, ഓ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക്, പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക്, നറുപുഞ്ചിരിയോ നൂറഴക്.
ഗോകുലരജ ഗോകുലജനരഞ്ജനാ ഗോപീ വല്ലഭ മായാ മുരളീധരാ മാധവ. ഓ പീലി കെട്ടി കാട്ടിലെല്ലാം മേഞ്ഞിടുന്നോരുണ്ണിയല്ലേ, കണ്ണനല്ലേ കള്ളനല്ലേ, മായ കാട്ടും മാരനല്ലേ, വിശ്വമായ കാട്ടും മാരനല്ലേ, വിശ്വമായ കാട്ടും മാരനല്ലേ. കാളിയ നർത്തന ഗോവിന്ദ കന്മഷഹീന, കാറൊളി വർണ്ണ ഗോവിന്ദ കാരുണ്യരൂപ. നീലമുകിൽ ഭംഗിയോടെ നീയണയും നാളതിനായി ഗോപജനം കാത്തിരിപ്പൂ. ഗോപബാല ഓടിവായോ എന്റെ ഗോപബാല ഓടിവായോ, എന്റെ ഗോപബാല ഓടിവായോ. ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക്, പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക്, നറു പുഞ്ചിരിയോ നൂറഴക്, നറു പുഞ്ചിരിയോ നൂറഴക്. ഇങ്ങനെ പാട്ടെല്ലാം പാടി അവർ ആസ്വദിച്ച് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് പാട്ടെല്ലാം കഴിഞ്ഞപ്പോഴേക്കും കുറച്ചും കൂടെ നേരം വൈകി. ഓൾറെഡി യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴേക്കും വൈകി. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കളിയും പാട്ടും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒന്നും കൂടെ നേരം വൈകി. അതപ്പോഴാണ് ആലോചിച്ചോ, വീട്ടിലേക്ക് പോവാനായില്ലേ, എന്നാ ഗോക്കളെയൊക്കെ ഒന്ന് വിളിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഗോക്കളെ നോക്കിയപ്പോ കുറച്ചു പേരൊക്കെ ചുറ്റുമുണ്ട്. കാരണം ഈ പാട്ടും വേണുഗാനം ഒക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒത്തുകൂടും. ആ ഉള്ളവരെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് അവിടെ. ബാക്കിയുള്ളവരൊന്നും കാണാനില്ല. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ കണ്ണനോട് ചോദിച്ചു, കണ്ണാ ബാക്കിയുള്ള ഗോക്കളെ ഒന്നും കാണാനില്ലല്ലോ, നമ്മളിപ്പോ എവിടെ പോവും, കാണാണ്ടായി ഇവരെയൊന്നും കൂട്ടാതെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയാൽ നല്ല അടി ഉറപ്പാണ്. കാരണം ഈ ഗോക്കളെല്ലാം ഇവരുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഓരോ വീട്ടിന്റെയും ഓരോ കുട്ടികളെ പോലെ തന്നെയാണ് അവർക്കെല്ലാം അവരുടെ പശുക്കള്. അപ്പൊ ഈ പശുക്കൾ ഇല്ലാതെ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പാണ് നല്ല അടി കിട്ടും അമ്മമാരുടെ നിന്ന്. അങ്ങനെ കുട്ടികൾ ഭയങ്കര വിഷമിക്കാൻ തുടങ്ങി. കണ്ണനും വിഷമായി, രാമകൃഷ്ണനും ഒക്കെ എല്ലാവരും കൂടിയിട്ട് കണ്ണൻ പശുക്കളെ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ കണ്ണനോട് ചോദിച്ചു, കണ്ണാ എങ്ങനെ നമ്മൾ ഈ പശുക്കളെ കണ്ടുപിടിക്കുക, അവരെവിടെ പോയി എന്നുള്ളതൊന്നും നമുക്ക് അറിയണില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കണ്ണൻ പറഞ്ഞു, നമുക്ക് കുറച്ച് ഈ പശുക്കൾ പോയ കുളമ്പടികളൊക്കെ കാണുമല്ലോ, കാൽപാദങ്ങളെല്ലാം കാണും, ആ വഴിക്ക് നോക്കാം. പിന്നെ കുറ്റി പുൽച്ചെടികൾ ഉണ്ടാവും, അതൊക്കെ നോക്കാം. പിന്നെ പല്ലടയാളങ്ങൾ കാണും, ചിന്ന ഭിന്നമായി കിടക്കണ പുല്ലുകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം. ഈ പശുക്കൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാല്, പശുക്കൾ പുല്ലുകൾ കഴിച്ചിട്ട് അവർക്ക് കുറച്ചുകൂടെ ദൂരെയുള്ള പുല്ല്, നല്ല വലിയ വലിയ പുല്ലുകളാത്ര, അതിന് നല്ല സ്വാദാണ്. അപ്പൊ ആ നല്ല പച്ചപ്പായിട്ടുള്ള നല്ല വലിയ പുല്ലുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ നടന്ന് അവരറിയാതെ തന്നെ കാട്ടിന്റെ ഉൾക്കാട്ടിലാണ് ഇവര് പോയി എത്തിപ്പെട്ടത്. അപ്പൊ ആ വനത്തിൽ എന്താന്ന് വെച്ചാൽ അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വഴി അറിയില്ല അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാനായിട്ട്. അപ്പൊ എന്താന്ന് വെച്ചാ അവിടെ കിടന്നിട്ട് പശുക്കൾ കരയുന്നുണ്ട്, അവരവിടെ പെട്ടും പോയി വഴി അറിയാതെ കരയുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്നില്ല, അത്രമാത്രം ദൂരത്തിലായി പോയി. അങ്ങനെ ഇവര് കുട്ടികളും എല്ലാവരും കൂടെ ചേർന്ന് പതുക്കെ നടന്ന് നോക്കി. കുറച്ച് ദൂരം നടന്നപ്പോ കുട്ടികൾ പറഞ്ഞു, കണ്ണന്റെ ഓടക്കുഴൽ ഊതു, അപ്പൊ പശുക്കളെല്ലാം കേട്ടിട്ട് ഓടിക്കൊണ്ട് വന്നോളൂല്ലോ പറഞ്ഞു. അങ്ങനെ പശുക്കള് കണ്ണൻ ഓടക്കുഴൽ ഊതിയതും ദൂരെ നിന്നിട്ട് പശുക്കളുടെ ദീനമായ കരച്ചില് കേൾക്കണു. ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് നേരിയ ശബ്ദം കേൾക്കുന്നു. അപ്പൊ കുട്ടികൾ പറഞ്ഞു, കണ്ണാ എവിടെയോ കരച്ചില് കേൾക്കുന്നുണ്ട്, ഇവര് ഒരുപാട് ഉൾക്കാട്ടിലാണ് പോയി ചേർന്നിരിക്കുന്നത്. ആ ഉൾക്കാടിന്റെ പേര് മുഞ്ചാരണ്യ വനം എന്നാണ് ആ കാടിന്റെ പേര്. അവിടെയൊക്കെ എന്താ പറയാ, കാട്ടുതീയും വന്യമൃഗങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ എന്തെങ്കിലും അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ എന്നുള്ള എല്ലാ കുട്ടികളും കൂടിയിട്ട് ഭയങ്കര കരച്ചിലായി. അപ്പൊ അവസാനം ഇവര് ഏകദേശം മുഞ്ചാരണ്യത്തിന്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ആ വനത്തിലെ ജംഗമ ഇതും അവിടെയുള്ള തീയെല്ലാം എന്താ പറയാ, എല്ലാം അങ്ങോട്ട് കത്തി
നല്ല ഉയരത്തിൽ കത്തി ജ്വലിക്കണ കണ്ടു കുട്ടികള്. കുട്ടികള് പശുക്കളെ രക്ഷിക്കാനായിട്ട് പശുക്കളുണ്ട്, ആടുകളുണ്ട്, എരുമകളുണ്ട്, എല്ലാവരും കിടന്ന ഒരേ കരച്ചിലായി പോയി. പശുക്കളൊക്കെ മരിച്ചിട്ടുണ്ടാവുമോ, പൊള്ളലേറ്റിട്ടുണ്ടാവുമോ, ചൂടുകൊണ്ട് ദാഹിച്ചാർക്കെ മരിച്ചിട്ടുണ്ടാവുമോ, ഇങ്ങനെയുള്ള എല്ലാവിധ, നമുക്കും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങനെ കാട് കയറി അങ്ങോട്ട് ചിന്തിക്കും. നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ട് എന്ന് പോലും നമ്മള് ചിലപ്പോ ഓർക്കില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവുമ്പോഴാണ് നമ്മള് ഭഗവാൻ ഉണ്ടല്ലോ നമ്മുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ വിളിക്കുന്നത്. അതുപോലെ കുട്ടികൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പശുക്കളെ രക്ഷിക്കാനായിരുന്ന പോലെ ഈ അഗ്നികുളത്തിന്റെ ഇടയിലേക്ക് അവര് പോവുമായിരുന്നു. അപ്പൊ ഈ രോദനം പശുക്കളുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഭഗവാനോട് പറയുന്നത്, ആ പശുക്കൾ അവരുടെ ഭാഷയിൽ ഭഗവാനോട് പറയാണ്, ഭഗവാനെ, ഞങ്ങളുടെ അത്യാഗ്രഹം കൊണ്ട് ഞങ്ങൾ ഈ ഉൾവനത്തിൽ പെട്ട്, ഈ അഗ്നികോളത്തിൽ പെട്ടു, ഞങ്ങളുടെ അടുത്ത് പൊറുക്കണം. ഞങ്ങൾ ആ വലിയ വലിയ പുല്ലുകളുടെ ആ ഒരു സ്വാദ് നുകർന്ന് ഞങ്ങൾ ഈ ഉൾക്കാടിലേക്ക് വന്നത് ഞങ്ങൾ അറിഞ്ഞില്ലേ ഭഗവാനെ. അവരുടെ രോദനം കേട്ടിട്ട് അവരുടെ കരച്ചിലെല്ലാം കേട്ടിട്ട് ഗോപന്മാര് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ മുമ്പില് ഭഗവാനെ ആശ്രയിച്ചു. അത്ര നേരം കുട്ടികൾ ഭഗവാനാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നുള്ളത് അവര് മറന്നുപോയി. നമുക്കും ചിലപ്പോ അങ്ങനെയൊക്കെ പറ്റാറുണ്ടല്ലോ എല്ലാം. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈ കുട്ടികളെയും ഭഗവാനെയും എല്ലാം വിഴുങ്ങുന്ന ആ ഒരു രീതിയിൽ അഗ്നിഗോളങ്ങൾ ഇവരെ വലയം പ്രാപിച്ചു. രാമകൃഷ്ണന്മാരെയും കുട്ടികളെയും എല്ലാവരെയും വലയം വെച്ച് എല്ലാം ആകെ കൂടെ എല്ലാവരും ഭയങ്കര വിഷമായി. പശുക്കളാണെങ്കിൽ ദാഹിച്ച് കരയുന്ന, ഈ ഗോപന്മാരും എല്ലാവരും ദാഹിച്ചു. ചൂടേറ്റുകൊണ്ട് ചൂട്, നമുക്ക് ചെറിയ ചൂട്, ഇപ്പൊ ഈ വർഷമൊക്കെ ഭയങ്കര ചൂടാണ് ഇവിടെ നാട്ടിലൊക്കെ പറയേ വേണ്ട. അപ്പൊ അതിനേക്കാളും തീഗോളങ്ങൾ ഉണ്ടാവുമ്പോ ഉണ്ടാവുന്ന അത്ര ചൂടിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കൃഷ്ണൻ പറഞ്ഞു, എല്ലാവരും കൃഷ്ണനെ ആശ്രയിച്ചു. കണ്ണാ, നീയല്ലാതെ ഇനി ഞങ്ങളെ രക്ഷിക്കാൻ വേറെ ആരും ഇല്ല, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കാൻ നീ രക്ഷിക്കൂ കണ്ണാ എന്ന് പറഞ്ഞ് പശുക്കളും എല്ലാവരും പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കണം. കുട്ടികൾ പറഞ്ഞു, ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ് പശുക്കൾ ഇങ്ങനെ അപകടത്തിൽ ചെന്നുപെട്ട കണ്ണ, ഞങ്ങളോടും പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ണൻ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാവരെയും അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കണ്ട, കുറച്ചു നേരം സമാധാനത്തോടെ എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്തു വെച്ചാൽ അക്ഷരം പ്രതി അത് അങ്ങോട്ട് അനുസരിച്ചു, കണ്ണടച്ചു, പൂർണ്ണ സമർപ്പണത്തോട് കൂടിയിട്ട് തൊഴുത് വണങ്ങി ഭഗവാനെ അനുസരിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഒന്ന് കണ്ണടക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഓട്ടൊക്കെ ഇട്ടിട്ടൊന്ന് നോക്കും, എന്താ അവിടെ സംഭവിക്കണത്, ഇതൊക്കെ ശരിയാണോ എന്നുള്ളൊരു സംശയമാണ്. പക്ഷെ ഗോപന്മാർക്ക് അവിടെ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഇനി തങ്ങളെ രക്ഷിക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അവർക്ക് നല്ല വിശ്വാസം ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ പൂർണ്ണ സമർപ്പണത്തോട് കൂടിയിട്ട് അവർ കണ്ണടച്ചു നിന്നു. ഭഗവാൻ എന്ത് നിഷ്പ്രയാസമാണ്. ഭഗവാൻ അഗ്നി എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുന്ന പോലെ എല്ലാം അഗ്നിയെയും കൂടിയിട്ട് വാ തുറന്നിട്ട് അങ്ങനെ വായിന്റെ ഉള്ളിലേക്ക് അഗ്നിഗോളങ്ങളെല്ലാം അങ്ങോട്ട് വലിച്ചു കുടിച്ച് നിമിഷങ്ങൾക്കുള്ളില് എല്ലാവരെയും കൂട്ടിയിട്ട് തിരിച്ച് ഈ കൃഷ്ണൻ എല്ലാവരെയും കൂട്ടിയിട്ട് ഈ മുഞ്ചാരണ്യ ഘോര വനത്തിൽ നിന്ന് കാട്ടിൽ നിന്നെല്ലാം എല്ലാവരെയും കൂട്ടിയിട്ട് ഭാണ്ഡീര വനത്തിന്റെ സമീപത്ത്, അതായത് ഇവരെവിടെയാണോ പശുക്കളെ മേയ്ക്കാനായിട്ട് വന്നത് അവിടേക്ക് തിരിച്ചു കൊണ്ടുപോയി. കണ്ണൻ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാവരോടും കണ്ണു തുറന്നോളാൻ പറഞ്ഞു. കുട്ടികളൊക്കെ ആശ്ചര്യപ്പെട്ടു. നമ്മള് എന്താ പറയാ, പേടിച്ച പോലെ പശുക്കൾക്ക് എല്ലാ പശുക്കളെയും നമുക്ക് കിട്ടി, ആരും മരിച്ചിട്ടില്ല, ആർക്കും ഒരു പോറല് പറ്റിയിട്ടില്ല, ഒരു തീപ്പൊള്ളലേക്ക് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ കണ്ണന്റെ എന്താ പറയാ, കണ്ണനോടുള്ള ഭക്തി അവർക്ക് ഒന്നും കൂടെ കൂടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൃഷ്ണന്റെ യോഗവീര്യത്തെയും കാട്ടിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച യോഗമായ പ്രഭാവത്തെയും കണ്ട് അവര് കൃഷ്ണനെ നാശരഹിതനായ സർവേശൻ, ഒന്നിനും നാശം വരുത്തില്ല, ഒന്നിനും നാശം വരുത്താത്ത സർവേശൻ എന്നവര് മനസ്സിലാക്കി. അങ്ങനെ എന്നത്തെയും പോലെ വൈകുന്നേരം
ഗോക്കളെയും കൊണ്ട് ഗോപന്മാരും രാമലക്ഷ്മണന്മാരെയും കൂടെ കൂട്ടിയിട്ട് വേണുഗാനത്തോട് കൂടിയിട്ട് പിന്നെയും അവര് കഥകളെല്ലാം പറഞ്ഞിട്ട് സ്തുതിച്ച് വീട്ടിലേക്ക് പോവാനായിട്ട് വന്നതാണ്. അതുപോലെ ഭഗവാൻ എന്താ പറയുക, നമ്മളെ ഒരു അപകടത്തിൽ നിന്ന് ഭഗവാൻ നമ്മളെ എത്തിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മോഹവലയത്തിൽ പെട്ടിട്ട് നമ്മൾ പക്ഷെ വഴിതെറ്റി ചിലപ്പോ പെട്ടുപോകും. അതിൽ കിടന്ന് പെട്ട് കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് അതൊന്നും രക്ഷയില്ല എന്ന് കാണുമ്പോഴാണ് ഈശ്വര നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടായിട്ട് നമ്മൾ ഭഗവാനോട് ഒന്നും ചോദിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഭഗവാനെ ഒന്നും ഓർത്തില്ലല്ലോ. നമ്മള് അങ്ങനെ ആ വസ്ത്രാക്ഷേപ സമയത്ത് പാഞ്ചാലി ഒരു നിമിഷം ഭഗവാനെ ഓർക്കാതെ എങ്ങനെ നിന്ന് അവസാനം ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോഴാണ് ഭഗവാനെ സ്മരിച്ചത്. അപ്പൊ അതുപോലെയുള്ള അപകടങ്ങളെല്ലാം നമുക്കും പറ്റാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊന്നും ഇല്ലാതെ നമ്മൾ ഭഗവാനിൽ പൂർണ്ണ അർപ്പണത്തോടെ ഭഗവാന്റെ പാദങ്ങളെ മുറുകെ പിടിച്ചിട്ട് നമ്മൾ എന്ത് കാര്യങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആപത്തും നമുക്ക് ഉണ്ടാവില്ല. ആ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അത്രമാത്രം പ്രയത്നിക്കണം എന്നുള്ളതാണ് ഈ ഭാഗവതം മറ്റുള്ള ഗ്രന്ഥങ്ങളും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിലേക്കൊക്കെ ഇറങ്ങാൻ നമുക്ക് എന്താ പറയാ, അത്രമാത്രം ഭാഗ്യം വേണമെന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ജീവിക്കാനൊക്കെ. അപ്പൊ അങ്ങനെ അവര് വീട്ടിലേക്ക് തിരിച്ചതും ഇവിടെ എന്താന്ന് വെച്ചാൽ ഗോപികമാര് ഭയങ്കര സങ്കടത്തിലാണ്. കാരണം ഗോപികമാർക്ക് കണ്ണനെ ഒരു നിമിഷം പിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ്. അവര് രാവിലെ എന്ത് ചെയ്യിച്ചു, ഇവരെയൊക്കെ പറഞ്ഞയക്കും. ഇഷ്ടമില്ലാ മനസ്സോട് കൂടിയിട്ടാണ് ഇവരെയൊക്കെ പറഞ്ഞയക്കണത്. പറഞ്ഞയച്ചു കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇവര് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരുന്നിട്ട് ഇന്നത്തെ ദിവസമാണെങ്കിൽ ഒന്നും കൂടെ വൈകുകയും ചെയ്തു. ഈ കുട്ടികൾ എവിടെ പോയി, ഈ ഗോക്കൾ എവിടെ പോയി, കണ്ണനെ കാണാനില്ലല്ലോ, രാമകൃഷ്ണന്മാർ എവിടെ പോയി എന്നുള്ള ആദ്യം വ്യാധിയായിട്ട് യശോദാമ്മ ഇരിക്കുന്നു, മറ്റുള്ള ഗോപികമാരിയ്ക്കുന്നു, ഗോപന്മാരിയ്ക്കുന്നു. എല്ലാവരും അച്ഛനും അമ്മയൊക്കെ ടെൻഷനിലാണ്, ഈ കുട്ടികളെ കാണില്ലല്ലോ എന്ന് വെച്ചിട്ട്. എല്ലാവരും കൂടെ ഇറങ്ങാൻ നിന്നപ്പോണ്ട് ദൂരെ നിന്നിട്ട് എല്ലാവരെയും പാട്ടും കളികളും ഒക്കെ ആയിട്ട് പശുക്കളും ഒക്കെ ആയിട്ട് അവരിങ്ങനെ തിരിച്ചു വരണം കണ്ടു. ഗോപികമാർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷായി. കാരണം ഇത്ര നേരം കാണാനിട്ട് അവരാണെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ വേഗം തീർത്ത് വെക്കും. കണ്ണൻ എത്ര വേഗം എത്തുമായാലും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കണം. നമ്മളങ്ങനെയല്ലേ, നമ്മുടെ വീട്ടിൽ ഭർത്താവും കുട്ടികളും ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം അവർ വരുമ്പോഴേക്കും എല്ലാ ജോലിയും ചേർത്ത് വെച്ച് നമ്മൾ അവരെയും കാത്തിരിക്കും, കുറച്ച് വർത്താനം പറയാനും അവരുടെ എല്ലാവരും ഒരു സന്തോഷ നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ട്. അതുപോലെ അവര് രാത്രി വരെയും കണ്ണന്റെ കൂടെ ഇരുന്നിട്ട് വെണ്ണ കൊടുത്തിട്ടും പാല് കൊടുത്തിട്ടും അങ്ങനെ എല്ലാം ഇവര് സ്വരൂപിച്ച് വെക്കുകയാണ്. വെണ്ണ, പാല്, തൈര് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ഇഷ്ട വിഭവങ്ങൾ കുട്ടികൾക്കും ഗോപന്മാർക്ക് രാമകൃഷ്ണന്മാർക്കും ഒക്കെ ആയിട്ട് പല പല ഓരോരുത്തരും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി വെക്കും. കണ്ണൻ വരുമ്പോഴേക്കും കൊടുക്കണം, കുട്ടികൾ വരുമ്പോഴേക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം എടുത്തു വെച്ചത് എല്ലാ വിഭവങ്ങളും പാലും തൈരും വെണ്ണയും എല്ലാം കൊണ്ട് കൊടുത്ത് അവര് അങ്ങനെ ഭക്ഷണം എല്ലാം കൊടുത്ത് നൃത്തവും പാട്ടും പാടി എല്ലാവരും നല്ല സന്തോഷായിട്ട് ഇരിക്കുകയായിരുന്നു. ഈ കാട്ടുതീന്റെ കാര്യത്തില് ഈ കാട്ടുതീ എല്ലായിടത്തും പടർന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഭഗവത് സാന്നിധ്യമുള്ള പശുക്കൾക്കല്ല, ഭഗവാൻ വിട്ടുപോയ കൂട്ടുകാർക്കാണെന്ന് തുടർന്നുള്ള വർണ്ണനം കൊണ്ട് വ്യക്തമാക്കുന്നുണ്ട്. ആപത്ത് ഉണ്ടാവാതെ നോക്കാനും ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും ഭഗവാൻ ഒരാൾക്ക് മാത്രം, അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഭഗവാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന തത്വം ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കാട്ടുതീ എല്ലായിടത്തും പടർന്ന് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവത് സ്മരണയിലും ഭഗവത് പാദങ്ങളെ ആശ്രയിക്കുന്നവർക്ക് ഒരു അബദ്ധം ഭഗവാൻ വരുത്തില്ല. അല്ലാതെ വഴിതെറ്റിപ്പോയവരെ ഭഗവാൻ കൈവിടുകയില്ല. തെറ്റ് മനസ്സിലാക്കി തന്ന അമ്മ കുട്ടികളെ ശിക്ഷിക്കുന്ന പോലെ, നമ്മുടെ അച്ഛനും അമ്മയും കുട്ടികളെ ശിക്ഷിച്ച് നേർവഴി കാണിച്ചു തരുന്നത് പോലെ ഭഗവാൻ നമ്മൾക്ക് താങ്ങാവുന്ന ശിക്ഷകൾ തന്നിട്ട് നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി അതിൽ നിന്ന് തിരുത്തി ജീവിക്കാനായിട്ട് നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഞാൻ വായിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വെച്ചാ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വായിക്കാൻ. എനിക്ക് ആഗ്രഹമുണ്ട്, നല്ല കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഭാഗവതം വായിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കഷ്ടമാണ് വായിക്കാൻ. അങ്ങനെയുള്ള എന്നെയൊക്കെ ഈ പ്രഭാഷണത്തിന് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് എന്താ പറയാ, അത്ഭുതമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്താ പറയാ, ഇതിലേക്കൊക്കെ
എത്തിപ്പെടാൻ തന്നെ നമുക്ക് ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഇതിൽ ലയിച്ച് നമ്മൾ പ്രയത്നിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആപത്തും ഭഗവാൻ വരുത്തില്ല. നമുക്ക് വേണ്ടതെല്ലാം ഭഗവാൻ, നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും, ഇത് വേണം അത് വേണം അതാണ്, അതപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ആഗ്രഹിക്കണമൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, ഭഗവാൻ നമുക്ക് എന്താണോ നല്ലത് അതാണ് ഭഗവാൻ തരിക. അതുപോലെ പശുക്കൾക്ക് എന്താണോ വേണ്ടത് ആ ഭാഗത്താണ് പശുക്കളെ എത്തിച്ചിരിക്കുന്നത് പുല്ല് കഴിക്കാനായിട്ട്. അവരെന്ത് ചെയ്തു, ഇതിനേക്കാളും വലുത് എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോ അതിൽ ആപത്താണ് ഉണ്ടായത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ഇതിനേക്കാളും വേണം ഇതിനേക്കാളും വേണം എന്ന് വിചാരിക്കുന്നത്, നമുക്ക് തരുന്നതെല്ലാം ഭഗവാനാണ് തരുന്നത്. അതിൽ നമുക്ക് ഭഗവാൻ നല്ലതേ തരൂ. അതിൽ നമുക്ക് വേണ്ടത് എന്താണോ അതെല്ലാം നമുക്ക് ഭഗവാൻ തരും. അഭിവൃദ്ധിയും എല്ലാം നമുക്ക് തരുമെന്ന് കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഇത്രയൊക്കെ ഇതിൽ പറയാൻ എനിക്ക് അറിയുന്നുള്ളൂ. എന്തെങ്കിലും കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ ശിശു കർണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരു രക്ഷയുമില്ല, അത്രേ പറയാനുള്ളൂ. കാരണം നമുക്കിതിപ്പോ ഒരു ആനന്ദം വേറെ ഒന്നുമില്ല. ഭാഗവത കുടുംബത്തിലെ ഒരാള് നമ്മളെ ഇത്രയും ആനന്ദിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലായി ഇല്ലേ? ശരിക്ക് കണ്ണന്റെ ഒരു അനുഗ്രഹം ശരിക്ക് പറയുന്ന പോലെ തന്നെ ഇപ്പൊ സാധിച്ചു. ശരിക്ക് നമ്മള് എവിടെയോ കുറച്ചു നേരത്തേക്ക് കൊണ്ടാക്കി പോരാ, നമ്മളെയൊക്കെ ഒന്ന് ആ ഹൃദയത്തിലൊന്ന് തട്ടി ശരിക്ക് ഓരോന്നും പറയുമ്പോൾ വളരെയധികം ആ ഉൾക്കൊണ്ട് പറയുന്നത് തന്നെയാണ് ശരിക്കും മറ്റുള്ളവർക്ക് അനുഭവമാകുമ്പോഴാണല്ലോ പ്രഭാഷണത്തിന്റെ ആ സ്വാദ മാധുര്യം അത് വളരെയധികം നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചതിലൊരു ഭാഗ്യം. ഇതൊക്കെ അറിഞ്ഞായിരിക്കും ചിലപ്പം ഈ ഇത്തവണ ഗുരുവായൂരപ്പൻ തന്നെ സെലക്ട് ചെയ്താകൊണ്ടായിരിക്കും അല്ലേ? എന്തായാലും വളരെയധികം സന്തോഷം. അതിൻ്റെ കൂടെയുള്ള ആ പാട്ടും കൂടെ ആയപ്പോഴത്തേക്കും എന്തെന്നില്ലാത്ത ഒരു ആനന്ദത്തിൽ നമ്മളെ ആറാടിച്ചു ബിന്ദു ചേച്ചി, യാതൊരു സംശയമില്ല. ഇനി ഒട്ടും പുറകോട്ട് നിൽക്കരുത്. കണ്ണന്റെ കഥകൾ പറയാൻ നമുക്ക് ഫോർമാലിറ്റി വേണ്ട, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സത്യം. ഫോർമാലിറ്റി വിട്ടാൽ തീർന്നു. പിന്നെ പിന്നെ മൂപ്പരാ പറയുന്നതേ അത് വലിയൊരു ഭാഗ്യല്ലേ. അതാണ് നമുക്ക് വേണ്ടത്. സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്നതല്ല പറയേണ്ടത്, ശരിക്കും അങ്ങനെയാ വേണ്ടത്. പലപ്പോഴും നമുക്കൊക്കെ അനുഭവമുണ്ട് ശരിക്കും പറയുമ്പം. ഈ രാവിലെ ഞാൻ പലരും ചോദിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞത് തിരുവേനി എന്നും ഈ ആചാര്യമൊഴി ഓരോന്നും ഇങ്ങനെ എവിടുന്ന് ഇത് കളക്ട് ചെയ്യുന്നു. എവിടെ കളക്ട് ചെയ്യലൊന്നുമല്ല സത്യത്തിൽ. ചിലപ്പോ ഇന്ന് 4, 3, 7 എന്ന് പറയും, നാളെ 5, 2, 7 എന്ന് പറയും. പക്ഷെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരുന്നു. അപ്പം നമ്മൾ വിട്ടുകൊടുക്കുക, ഫുൾ സറണ്ടറിങ്, അത് പൂർണ്ണമായിട്ട് നമുക്ക് ഈ ഒരു പ്രഭാഷണത്തിൽ തെളിഞ്ഞു കാണാം. നമുക്കത് അത് വേണം. ആ ഒരു ദാസഭാവമാണ് സത്യത്തിൽ നമ്മളുടെ ജീവിതത്തിന് മുഴുവനുള്ള വിജയം. എന്തായാലും വളരെയധികം സന്തോഷം. അത് പകർന്നു തരാൻ പറ്റിയല്ലോ അല്ലെ? ഇതൊന്നും പകർന്നു കൊടുക്കാൻ പറ്റില്ല, അതാ ഏറ്റവും വലിയൊരു സത്യം. ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എങ്ങനെ സാധിക്കും? അതാണ് ഈ ബ്രാഹ്മണരുടെ യജനം യാചനം പറയുന്നത്. അതാണ് ശരിക്കും അവരുടെ പെരുമാറ്റത്തിലൂടെയാണ്. അല്ലാതെ അവരിങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കലാണോ? ഭക്തി എന്നുള്ള പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവർക്ക് പകരുകയാണ്. ഇതാണ് സത്സംഗത്തിന്റെ മഹത്വം അല്ലേ? സത്സംഗത്തിന്റെ മഹത്വം അതാണ് ശരിക്കും. എന്തായാലും വളരെയധികം സന്തോഷം. ഗുരുവായൂരപ്പൻ പൂർണ്ണമായിട്ടും കടാക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. അത് ഇനി പോകാതെ ഇനിയുള്ള നാളുകളിലും ഒക്കെ ആ ഒരു ആരോഗ്യത്തോടുകൂടി സത്സംഗത്തിലൊക്കെ കൂടാനും ജീവിതം സുലഭമാക്കാനും ഒക്കെ നമുക്ക് ഭാഗവത കുടുംബം മുഴുവൻ ആ കണ്ണനോട്
ആത്മാർത്ഥതയോടുകൂടി ഇതാ ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുമേനി ഒരു 2 വാക്ക് കീർത്തനം തിരുമേനി കൂടിയിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നു. തിരുമേനി പറയട്ടെ. എന്താന്ന് വെച്ചാല് നമുക്ക് എന്താ പറയാ ഗുരു തിരുമേനി നമ്മള് പൊതുവെ ഒരു പേടിക്കും നമ്മള്. തിരുമേൻ ഇങ്ങനെയൊക്കെ പ്രഭാഷണം ചെയ്യാൻ മാത്രമുള്ള ഒരു പേടി ഉണ്ടാവുമല്ലോ. പക്ഷെ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം കൂളാണ്. ഇന്നത്തെ ന്യൂ ജനറേഷൻ പോലെയാണ് തിരുമേനി. നമ്മളടുത്ത് കൂളായിട്ട് നമുക്ക് ധൈര്യം തരും. ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അത്രയല്ലേ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഈ ചാപ്റ്റർ ഇങ്ങനെ തന്നപ്പോ ഞാൻ പറഞ്ഞു, എന്റെ തിരുമേനി ഞാൻ ഇത് പറയാൻ എനിക്ക് പ്രഭാഷണത്തിനേ താല്പര്യമില്ല. കാരണം എനിക്ക് പറയാൻ അറിയില്ല. എനിക്ക് വാചകം അടിക്കാനേ അറിയുള്ളൂ, പ്രഭാഷണം പറയാനൊന്നും അറിയില്ല പറഞ്ഞു. അപ്പൊ തിരുമേനി പറഞ്ഞു, മതി, വാചകടി മതി, പ്രഭാഷണം ഒന്നും പറയണമെന്നില്ല പറഞ്ഞു. അപ്പൊ വെച്ചാ വിടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാനും വിചാരിച്ചു, ഓക്കെ, ഭഗവാനായിട്ട് എനിക്ക് അതും ഒരു ചെറിയ ചാപ്റ്ററാണ് തന്നിരിക്കുന്നത്. നീ പറയേ, നീ കൂടുതൽ കൂടുതൽ ഇതെല്ലാം പഠിക്കൂ. ഞാനാണെങ്കിൽ ഇത്തിരി വായിക്കാൻ ഇത്തിരി മടിച്ചിയാണ്. അപ്പോ പറയണ മാതിരി ഇനിയും കൂടുതൽ കൂടുതൽ വായിച്ച് മനസ്സിലാക്കൂ, എന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കൂ. നിനക്ക് ഞാൻ പാത മുന്നിലേക്ക് എന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പാത എല്ലാം എന്റെ ജീവിതത്തിലും അങ്ങനെയാണ് കേട്ടുള്ളൂ. കുറച്ച് വർഷങ്ങളായിട്ട് എന്റെ ഓരോരോ ഭഗവാനിലേക്ക് അടുക്കാനായിട്ടുള്ള ഓരോ തടസ്സങ്ങളും ഭഗവാൻ നീക്കി 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 അടുക്കുവോ, എന്റെ അടുത്തേക്ക് വന്നോളൂ, എന്റെ അടുത്തേക്ക് വന്നോളൂ എന്ന് പറയുന്ന പോലെ പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം നമുക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് പറയാനായിട്ട് ഞാനല്ലേ പറയണത്, ധൈര്യമായിട്ട് പറഞ്ഞു, എന്ത് പൊട്ടത്തരമാണെങ്കിലും പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. അതാ തമാശ രീതിയിൽ ഭഗവാൻ തിരുമേനി അത് അങ്ങനെ എടുക്കുന്നത് കൊണ്ട്, സത്യം പറഞ്ഞാൽ അതുകൊണ്ടും കൂടിയിട്ടാണ് എനിക്ക് ഇത്രയെങ്കിലും പറയാനുള്ള ഒരു ധൈര്യം വന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഈ വഴിക്ക് വരില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് തിരുമേനിയെ പേടിക്കാതെ നമുക്ക് എന്തും പറയാം എന്നുള്ളത്. ഇനി ആർക്കെങ്കിലും പ്രഭാഷണങ്ങളൊക്കെ പറയാൻ ഇതിനേക്കാളും നന്നായിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നന്നായോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ ഇവിടെ ഈ കുടുംബത്തിൽ എത്രയോ പേരുണ്ട് ഇതുപോലെ പറയാൻ നല്ലോണം കഴിവുള്ള ആൾക്കാര്. അപ്പൊ അവരെല്ലാം ദയവീത് മുന്നോട്ട് വരിക. അത്രേ പറയാനുള്ളൂ. തിരുമേനിയെ പേടിച്ചിട്ട് ആരും പിന്നിലേക്ക് പോണ്ട. നമ്മുടെ കുടുംബാംഗങ്ങളെ പേടിച്ചിട്ടും ആരും പിന്നോട്ട് വലിയണ്ട. എല്ലാവരും നമ്മുടെ ആൾക്കാരാണ്. അതുകൊണ്ട് ഇനിയും എല്ലാവരും പ്രഭാഷണത്തിനൊക്കെ മുന്നോട്ട് വരിക. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എന്തായാലും വളരെയധികം സന്തോഷം.